പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 20 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങൾ. നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരിസേരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കൊല്ലരുത്, കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകും എന്ന് പൂർവികരോട് പറഞ്ഞിട്ടുള്ളതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. സഹോദരനെ ഫോശ എന്ന് വിളിക്കുന്നവൻ ന്യായ സംഘത്തിന്റെ മുൻപിൽ നിൽക്കേണ്ടി വരും. വിഡ്ഢി എന്ന് വിളിക്കുന്നവനാകട്ടെ നരക അഗ്നിക്ക് ഇരയായിത്തീരും. നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധം ഉണ്ടെന്ന് അവിടെ വച്ച് ഓർത്താൽ കാഴ്ച വസ്തു അവിടെ ബലിപീഠത്തിന് മുൻപിൽ വച്ചിട്ട് പോയി സഹോദരനോട് രമ്യപ്പെടുക. പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക. നീ പ്രതിയോഗിയോട് വഴിയരിൽ വച്ച് തന്നെ വേഗം രമ്യപ്പെട്ടുകൊള്ളുക. അല്ലെങ്കിൽ പ്രതിയോഗി നിന്നെ ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചു കൊടുക്കും. അങ്ങനെ നീ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടും. അവസാനത്തെ ചില്ല് കാശും കൊടുത്തത് വീട്ടുവോളം നീ അവിടെ നിന്നും പുറത്തു വരികയില്ലെന്ന് സത്യമായി ഞാൻ എന്നോട് പറയുന്നു. ഈ വചനഭാഗത്തിലൂടെ യേശു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നാം ഓരോരുത്തരിലും ദൈവത്തെ കാണണമെന്ന് തന്നെ. നാം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുമ്പോൾ, വിഡ്ഢിയെന്നൊക്കെ വിളിക്കുമ്പോൾ നാം ദൈവത്തെ തന്നെയാണ് പഴിചാരുന്നത്. ദൈവത്തിൻ്റെ സൃഷ്ടികളായ ഓരോ മനുഷ്യരെയും നമ്മൾക്ക് സ്നേഹിക്കാം, സേവിക്കാം. അങ്ങനെയാകുമ്പോൾ ദൈവം സന്തോഷിക്കും. ദൈവത്തിൻ്റെ മക്കളായി നമ്മൾക്ക് ജീവിക്കാം. നമ്മെ തന്നെയും മറ്റുള്ളവരെയും അംഗീകരിച്ചും ജീവിക്കാം. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.